നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ചെറുപുഴ ന്യൂസ് ബി ചാനലിൻ്റെ കുപ്പി ഗ്ലാസും കോലുമുട്ടായും പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോളുടെ പേരെന്താ? അൻഷിക. അൻഷിക. നമ്മൾ ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് വരുന്നത്. ന്യൂസ് ബി ചാനൽ അറിയോ? അറിയാം അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ന്യൂസ് ബി ചാനലിൻ്റെ കുപ്പി ഗ്ലാസും കോലുമുട്ടായും എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചെറിയ ചോദ്യം ചോദിക്കണമെങ്കിൽ ഒന്ന് നോക്കട്ടെ. ഓക്കെ. വാഴയിലുണ്ടാകുന്ന ആന. വാഴയിലുണ്ടാകുന്ന ആന. വാഴയിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക്? സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലൂ ആണ് തരുന്നത്. വാഴയിൽ നിന്ന് എന്താ കിട്ടുക? പഴം. അപ്പൊ വാഴയിലുണ്ടാകുന്ന ആന എന്താ? ഒന്നത് ഇംഗ്ലീഷിലാക്കി നോക്കിയേ. ബനാന. കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നു അല്ലേ? സാറില്ല, എന്നാലും നമുക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. സാറില്ല, ചെറിയ കുട്ടിയല്ലേ, കൊച്ചു കൂട്ടുകാരിയല്ലേ, നമ്മളെ ചാനലിനെ അറിയുന്നല്ലേ. ഓക്കെ. 3 ചേച്ചിമാരുണ്ട്. നമ്മള് ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് കുപ്പി ഗ്ലാസും കോലുമുട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം എന്നാണ് വരുന്നത്. ഓക്കെ. ചെറിയ ക്വസ്റ്റ്യൻസ്, കുസൃതി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ. ചെറിയ ക്വസ്റ്റ്യൻ. എന്താ ചേച്ചിയുടെ പേരെന്താ? ഓമന. ഓമന. ചേച്ചിയുടെ പേര്? ശൈലജ. സാവിത്രി. ഭക്ഷണം കഴിച്ചോ? ഇല്ല. അപ്പൊ കഴിക്കണത്രേ അല്ലേ? ഓക്കെ. നിങ്ങളെ പെട്ടെന്ന് വിടാം. ഓക്കെ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. മീൻ പിടിക്കാൻ പറ്റാത്ത വല. കുറച്ചുകൂടി ഒന്ന് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയാലേ കാണാൻ പറ്റും നമുക്ക്. പുറത്തിറങ്ങി അല്ല, അങ്ങനെയല്ല, മീൻ പിടിക്കാൻ പറ്റാത്ത വല. ചുക്കിലി വല. അതല്ല, അങ്ങനെയല്ല. പിടിക്കാൻ പറ്റൂല. പിടിക്കാൻ പറ്റാത്തൊരു വലയാണ്. പിടിക്കാനേ പറ്റില്ല ആ വല. കയ്യിൽ പറ്റും, എന്നാലും പിടിക്കാൻ പറ്റൂലേ? അങ്ങനെ ചിന്തി. മീൻ പിടിക്കാനേ പറ്റാത്തൊരു വല. മീൻ പിടിക്കാൻ പറ്റാത്തൊരു വലയൊന്ന് പറഞ്ഞേ. വലയോ? ആ, പിടിക്കാൻ പറ്റാത്തൊരു വല. പുറത്തൊക്കെ ഇറങ്ങിയാൽ കാണാം. ഞങ്ങള് പറഞ്ഞു ചിലന്തി വല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിട്ട് പറയാം. ചിലന്തി വല തന്നെ. അതാ. ഓക്കെ. ഒരു പാട്ട് പാടാൻ ആരെങ്കിലും പാടോ? ഇപ്പൊ ഭക്തിഗാനായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഒരു പാട്ട് പാടോ? അങ്ങനെയാണ് നമുക്ക് വേറൊരു ചോദ്യം ഞാൻ ചോദിക്കാം. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാ? കരഞ്ഞുകൊണ്ട് പണിയെടുക്കും. അമ്മമാരൊരവസ്ഥ വെച്ചാൽ അങ്ങനെ തന്നെയാണ്. എങ്കിലും കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് എന്താണ്? കുസൃതി ചോദ്യമാണ് ചേച്ചി. ഭയങ്കരമായ ശക്തിയായ വെയിലായിരിക്കും. ആദ്യം പറഞ്ഞതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കവലയാണ്. കവല. വല കൂടുന്ന കവല പിടിക്കാനാവില്ലല്ലോ, മീൻ പിടിക്കാനും പറ്റൂലല്ലോ. കവലയാണ് ഉത്തരം. ഏതായാലും നമ്മളോട് കൂടെ ഇത്രയും സമയം നിന്ന് സഹകരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു നമ്മളെ ഉപഹാരമുണ്ട്. നമ്മൾ ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് വരുന്നത്. കുപ്പി ഗ്ലാസും കോലുമുട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം എന്നാണ്. ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ഓക്കെ. റെഡിയല്ലേ എല്ലാവരും? അതൊന്നും സാരില്ല. എന്റെ പേരെന്താ? രാജമണി. പേരെന്താ മോന്റെ? ശിവജിത്ത്. ദയ. വർഷ. എന്താ ചെയ്യുന്ന എല്ലാരും? മോളെന്താ? പ്ലസ് ടു കഴിഞ്ഞോ? കണ്ടപ്പറയില്ലല്ലോ പ്ലസ് ടു കഴിഞ്ഞൊന്ന്. മോളോ? പ്ലസ് വണ്ണിലേക്ക്. ഓക്കെ. മോനോ? 6ലേക്ക്. വീട്ടിലാണോ? ഇവരെല്ലാം മാനേജ് ചെയ്യണ്ടേ അല്ലേ? പിന്നെ എങ്ങനെയുണ്ട് വെക്കേഷനൊക്കെ നിങ്ങളുടെ? അടിപൊളിയാണോ? നന്നായിട്ട് പോകണ്ടോ? എന്താ ചെയ്യുന്നേ? വെക്കേഷൻ എന്താ ചെയ്യുന്നേ?
വീട്ടിൽ തന്നെ ഫുഡ് അടിക്കോ നന്നായിട്ട്? അടിക്കുമല്ലേ? ആ പിന്നെ അല്ലാതെ ഇപ്പൊ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചെറിയ ക്വസ്റ്റ്യൻ, ചെറുത് വളരെ ചെറുത്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാലേ ഇപ്പൊ വെക്കേഷൻ അല്ലേ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കാലുകളില്ലാത്ത ടേബിൾ. കറക്റ്റ്. എത്ര പെട്ടെന്ന് പറഞ്ഞു. അപ്പോ കറക്റ്റ് ആൻസർ പറഞ്ഞ മോളുടെ പേരെന്താണ്? വർഷക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അടിപൊളി കേട്ടോ. വേണ്ടത് എത്ര കുട്ടികളാണെന്ന് അറിയോ? കുറെ പേരോട് ചോദിച്ചു, അവർക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി. വാ കുറച്ചും കൂടെ നിന്നോ, തണലത്ത് നിന്നോ, വെയിലത്ത് കണ്ട. നമ്മള് ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണേ. ചെറിയ കുസൃതി ചോദ്യം. ചേച്ചിയുടെ പേരെന്താ? ഷീജ. മോളെ പേരെന്താ? അനന്യ. മോളെ പേരെന്താ? സൂര്യ. മോളെ പേരോ? അഞ്ജന. ഇപ്പൊ വെക്കേഷൻ അല്ലേ? ഏത് ക്ലാസ്സിലാണ് എല്ലാരും പഠിക്കുന്നത്? പ്ലസ് ടു. ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡിഗ്രി ആണ്. 8th. ഓക്കെ. അപ്പോൾ വെക്കേഷനൊക്കെ എങ്ങനെ അടിച്ചു വിളിക്കണ്ടോ? ഉണ്ടോ? ഓക്കെ. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഭയങ്കര ചൂടാണല്ലേ ഇപ്പോ, നല്ല ചൂടല്ലേ? ഭാരമുള്ള പാനീയം എന്താ? സില്ലി ക്വസ്റ്റ്യൻ ആണ്. ഭാരമുള്ള പാനീയം അല്ല, പാനീയം. ചൂടൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ഭാരമുള്ള പാനീയം. കുറച്ച് അടുത്തോട്ട് വാ, ക്ലൂ തരാം. പാനീയമാണ്. പാനീയം എന്ന് ചിന്തിച്ചാൽ തന്നെ ഈസി ആയിട്ട് കിട്ടും. ഭാരമുള്ള പാനീയം, പേരിൽ ഭാരം. ഞാൻ ഒന്നുകൂടെ ഈസി ആയിട്ടുള്ളൊരു ക്ലൂ കൊടുക്കുകയാണേ. ആ പേരില് ഭാരമുണ്ട്. എന്താണ്? ഓക്കെ, സംഭാരം. അപ്പം മോള് കറക്റ്റ് ആൻസർ പറഞ്ഞു. അതുകൊണ്ട് ന്യൂസ് ബി ചാനലിന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, മോള് പറഞ്ഞു. അവളാദ്യം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും കാണാം.